നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ രംഗത്ത് വന്നിരിക്കുകയാണ്. ഹൈക്കോടതി തങ്ങളുടെ ആവശ്യം അംഗീകരിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് മഞ്ജുഷ പ്രതികരിച്ചു. ആവശ്യം തള്ളിയതിൽ നല്ല വിഷമമുണ്ട് എന്നും മഞ്ജുഷ വ്യക്തമാക്കിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികളിലും ഇൻക്വസ്റ്റ് നടപടികളും ദുരൂഹത ഉണ്ട് എന്നും കോടതിയിൽ കുടുംബം അറിയിച്ചിരുന്നു. എന്നാൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ നിന്നും ഒട്ടും പിന്മാറാൻ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് ഈ കുടുംബം ആയിരിക്കുന്നത്. കുടുംബവുമായി ആലോചിച്ച് ഉടൻ അടുത്ത നടപടികളിലേക്ക് അല്ലെങ്കിൽ ഉടൻ അടുത്ത എന്ത് നടപടിയിലേക്ക് കടക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും മഞ്ജുഷ പ്രതികരിച്ചു. കേരള പോലീസിൽ നിന്ന് നീതി കിട്ടുമെന്ന് വിശ്വാസമില്ല. പ്രധാന പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരള പോലീസ് സ്വീകരിച്ചിരിക്കുന്നതെന്നും മഞ്ജുഷ കുറ്റപ്പെടുത്തി. CBI അന്വേഷണം വേണമെന്ന നിലപാടിൽ നിന്നും അണ്ണുവിട തെറ്റാതെ നിൽക്കുകയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ. തീർച്ചയായിട്ടും തുടർ നടപടികളിലേക്ക് കുടുംബം ഉടൻ കടക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ നടക്കുന്ന SIT അന്വേഷണത്തിൽ തൃപ്തിയില്ല. അന്വേഷണം നടക്കുന്നില്ല. അന്വേഷണം നടക്കുകയാണെങ്കിൽ മാത്രമല്ലേ തൃപ്തിയുണ്ടോ എന്ന ചോദ്യത്തിന്റെ ആവശ്യകതയുള്ളൂ എന്നതടക്കമുള്ള പ്രതികരണവും മഞ്ജുഷ നടത്തിയിരിക്കുകയാണ്. അതേസമയം നവീൻ ബാബുവിന്റെ മൂത്ത മകൾ പ്രതികരിച്ചിരിക്കുകയാണ്. യൂട്യൂബ് വഴിയും സോഷ്യൽ മീഡിയ വഴിയും തങ്ങളെ തളർത്താൻ ശത്രുക്കൾ നിരന്തരം ശ്രമിക്കുന്നുണ്ടെന്ന് നവീൻ ബാബുവിന്റെ മൂത്ത മകൾ പ്രതികരിക്കുകയുണ്ടായി. അച്ഛനെ പറ്റിയും കൊച്ചച്ഛനും വക്കീലുമായ പ്രവീണിനെ പറ്റിയും സോഷ്യൽ മീഡിയ വഴി അപവാദങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. അതൊന്നും ശരിയല്ല. അച്ഛനും കൊച്ചച്ഛനും തമ്മിൽ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. കേസിന് വേണ്ടി തങ്ങളെ കുടുംബത്തെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കൊച്ചച്ഛനായ പ്രവീണാണെന്നും മകൾ പ്രതികരിച്ചു. ഈ വ്യാജ പ്രചരണത്തിന് പിന്നിൽ ശത്രുക്കളാണ്. തന്നെ കുടുംബത്തിനെ മാനസികമായി തകർക്കാനും കേസിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയുമാണ് ഇത്തരം വ്യാജ പ്രചരണം നടത്തുന്നതെന്നും അവർ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും ആ ഒരു നിലപാടിൽ നിന്നും കുടുംബം അണുവിട തെറ്റാതെ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നായിരുന്നു CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നവീൻ ബാബുവിന്റെ ഭാര്യ K മഞ്ജുഷയുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയത്. നേരത്തെ സിംഗിൾ ബെഞ്ചും ഈ ആവശ്യം തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കുടുംബം ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഡിവിഷൻ ബെഞ്ചും ഇത് തള്ളിയിരിക്കുകയാണ്. അപ്പീൽ തള്ളുന്നുവെന്ന ഒറ്റവരി ഉത്തരവായിരുന്നു ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചത്. വിഷയത്തിൽ CBI അന്വേഷണത്തിന്റെ ആവശ്യം എന്താണ് എന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. മഞ്ജുഷയുടെ വാദം പൂർത്തിയായതിന് പിന്നാലെയായിരുന്നു കോടതി ചോദ്യം ഉന്നയിച്ചത്. CBI അന്വേഷണത്തിന് വിടാനുള്ള മതിയായ കാരണങ്ങളില്ല എന്നും കോടതി നിരീക്ഷിച്ചു. SITയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ആക്ഷേപമില്ല. നിലവിലെ അന്വേഷണത്തിൽ പിഴവുകളില്ല. ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. CBI ഉൾപ്പെടെയുള്ള എല്ലാ അന്വേഷണ ഏജൻസികളും സർക്കാരുകളുടെ കീഴിലാണ്. SIT അന്വേഷണം പൂർത്തിയായ ശേഷവും CBI അന്വേഷണം ആകാമല്ലോ. നിലവിൽ അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നും SITയെ മാറ്റേണ്ടതില്ല എന്നും സർക്കാരും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം കേസ് കണ്ണൂർ DIGയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നും SIT സുതാര്യമായ അന്വേഷണം നടത്തണമെന്നും നേരത്തെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. SIT അന്വേഷണ പുരോഗതി കുടുംബത്തെ അറിയിക്കണമെന്നും DIGയുടെ അനുമതിയോടെ മാത്രമേ കുറ്റപത്രം നൽകാവൂ എന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കിയതാണ്. നവീൻ ബാബുവിന്റേത് കൊലപാതകമാണെന്നും കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണെന്നുമായിരുന്നു ഹൈക്കോടതിയിൽ കുടുംബം വാദിച്ചത്. കേസ് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ രാഷ്ട്രീയ പക്ഷപാതപരമായ അന്വേഷണം മാത്രമേ നടക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ കേസ് സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊന്നതാണോ എന്ന സാധ്യത പരിശോധിച്ചില്ല. യാത്രയയപ്പ് ചടങ്ങിന് ശേഷം ചിലർ നവീൻ ബാബുവിനെ കണ്ടു. മരണത്തിലേക്ക് നയിച്ച വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനായില്ല എന്നതടക്കമുള്ള കാര്യങ്ങളും കുടുംബം ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചു. സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടും ശ്രദ്ധേയമാണ്. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യ തന്നെയാണെന്നും കേസിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്നൊരു നിലപാടുമായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. നവീൻ ബാബുവിന്റെ കുടുംബത്തോട് 100% നീതി പുലർത്തുന്ന അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേസിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ല എന്നതടക്കമുള്ള വാദമാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. കോടതി പറഞ്ഞാൽ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBI നിലപാട് സ്വീകരിച്ചതാണ്. എന്തായാലും CBI അന്വേഷണം വേണ്ട എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഹൈക്കോടതി ആയിരിക്കുന്നത്. കുടുംബം സുപ്രീം കോടതിയിലേക്ക് നീങ്ങും. അവർ മറ്റ് എന്തായാലും കുടുംബം സുപ്രീം കോടതിയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് നടപടികളെക്കുറിച്ച് കുടുംബവുമായി ആലോചിച്ച ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും എന്നാണ് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.